വലിയൊരു കാട്. കാടിന് നടുവിൽ ഇതുപോലെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന അതിപുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രം. അതിപുരാതനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴക്കം. ആ ക്ഷേത്രത്തിലൊരു വിഗ്രഹം പോലും ഇല്ല. അത്രയും പഴക്കമുണ്ട്. വിഗ്രഹമൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു ക്ഷേത്രമുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിൽ അങ്ങനത്തെ ആ ഒരു ക്ഷേത്രത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. ഇവിടെയെല്ലാം കാട് എന്ന് പറഞ്ഞാൽ കാടല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു റബ്ബർ എസ്റ്റേറ്റ് ആയിരുന്നു. ഒരു 5-6 വർഷം മുന്നേ ആ റബ്ബറൊക്കെ വെട്ടി വൃത്തിയാക്കി ഇപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു കാടിൻ്റെ പ്രതീതിയാണ്. ആ അമ്പലം കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ്. ആ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കാൻ ശരിക്കും വഴിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അവിടേക്ക് കിടക്കണമെങ്കിൽ ഈ റബ്ബർ വെട്ടിയ ആ പ്രോപ്പർട്ടി കൂടെ ചാടി കടന്നിട്ട് വേണം അവിടേക്ക് പോകാൻ. അവിടേക്ക് അങ്ങനെ ആരും അധികം പോകാറില്ല. വർഷത്തിൽ 1-2 പ്രാവശ്യമാണ് ആളുകൾ അവിടേക്ക് പോകാറുള്ളത്. അതൊരു തവണ എന്ന് വെച്ചാൽ അവിടെ നാട്ടിലൊരു അയ്യപ്പൻ വിളക്ക് നടക്കാറുണ്ട്. അതിലേക്ക് പാലക്കൊമ്പ് ഇവിടെ നിന്നാണ് എഴുന്നള്ളിക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾ അവിടേക്ക് പോകാറുണ്ട്. അവിടെ അത്യാവശ്യം നല്ലൊരു കയറ്റമൊക്കെ കയറിയിട്ട് വേണം അവിടേക്ക് എത്താൻ. അധികം പ്രായമായവർക്കൊക്കെ കയറാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഈ പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്ന ആ സമയമായാൽ ഇവിടെ ആ വഴിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി കുറച്ച് സ്റ്റെപ്പൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്റ്റെപ്പൊക്കെ വൃത്തിയാക്കി ഇടാറുണ്ട്. പിന്നീട് അങ്ങോട്ട് അധികം ആരും പോകാറില്ല എന്നാണ് എൻ്റെ അറിവ്. ഇതാ കണ്ടില്ലേ, അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. നല്ല രസമുള്ള ഒരു സ്ഥലമാണത്. എന്തായാലും ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും കുത്തനെയുള്ള കയറ്റം കയറി ക്ഷീണിച്ചിട്ട് വരുന്നത് കണ്ടില്ലേ. എല്ലാവരും ക്ഷീണിച്ചു. ആ പാട്ടുകാരും എല്ലാവരും നന്നായി ക്ഷീണിച്ചിട്ടാണ് കയറി വരുന്നു. നടക്കാൻ പോലും വയ്യ, അത്രയും കുത്തനെയുള്ള കയറ്റാണ്. അപ്പോൾ ഇവിടുന്നാണ് പാലക്കൊമ്പ് എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചടങ്ങാണ് ഇവിടെ തുടങ്ങാൻ പോവാണ്. പൂജകളും കാര്യങ്ങളൊക്കെ അവിടെ പൂജാരി വന്നിട്ടുണ്ടായിരുന്നു. പൂജകളും കാര്യങ്ങളൊക്കെ അവിടെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് കാണണേ.
പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്തുള്ള ഉള്ളന്നൂർ പറഞ്ഞൊരു ഗ്രാമത്തിലാണ് ഈ ഒരു ഇത്രയും പഴയുള്ള അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ വീട്ടുകാർക്ക് അത് വരുമാനമൊന്നും ഇല്ലാത്ത കാരണമൊന്നു അത് സംരക്ഷിച്ച് പോകാൻ വേണ്ടിയിട്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അത് കാരണമാണ് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത്, ഇത്രയും പഴയ അമ്പലമായിട്ടും ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ അമ്പലം സംരക്ഷിക്കുന്ന അങ്ങനെ പല സംഘടനകളും ഉണ്ട്. പക്ഷെ അവരും ഈ ഭാഗത്തേക്ക് അറിഞ്ഞുകൊണ്ടാണോ അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അറിയാതിരിക്കില്ല, ഇങ്ങനെ അമ്പലമുള്ളത് അറിയാതിരിക്കില്ല. എന്തായാലും അവിടേക്ക് ആ ഭാഗത്തേക്ക് തിരിഞ്ഞ് നോക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും സംഘടനകൾ ഉണ്ടെങ്കിൽ ഈ അമ്പലം ഒന്ന് സംരക്ഷിച്ചാൽ നന്നായിരിക്കും. അത്രയും പഴയ ഒരു അമ്പലം ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ ഇത് സംരക്ഷിക്കാൻ വരുമെന്ന് വിചാരിക്കുന്നു. വഴിയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആ പ്രദേശത്തൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെയുള്ള ആളുകളെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മനസ്സിലാവും.